അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പലയിടത്തും ഇങ്ങനെ പല ലേഖനങ്ങൾ വായിക്കുന്ന, അതുപോലെ തന്നെ പബ്ലിക് മീഡിയാസിലെ പ്ലാറ്റ്ഫോംസിലൊക്കെ രോഗശാന്തിയും പ്രാർത്ഥനയും വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും രോഗശാന്തി പ്രാർത്ഥന, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്തോ അങ്ങനെയല്ല. സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ വിശ്വാസത്തിലും കാണുമായിരിക്കാം. ആ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചും വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലെ സമാധാനം അനുസരിച്ചൊക്കെ ആയിരിക്കാം ശരിക്കും ആ രോഗസൗഖ്യം നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം വർഷങ്ങൾ പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 2013-14 കാലഘട്ടങ്ങളിൽ ഞാൻ ഹൈദരാബാദ് അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയം എനിക്ക് എപ്പോഴും സിവിയറായിട്ട് ഹെഡേക്ക് വരാറുള്ളൊരു വ്യക്തി. അപ്പം പലപ്പോഴും ഇത് മൈഗ്രെയിനാണ് എന്ന് പറഞ്ഞ് ഞാൻ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് മൈഗ്രെയിൻ്റെ ടാബ്ലറ്റുകളൊക്കെ കഴിക്കുന്നു, അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. പക്ഷെ എനിക്ക് ആ സമയങ്ങളിലൊക്കെ രാവിലെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല, ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് ഞാൻ ED പോകും, അഡ്മിറ്റാകും, ട്രമഡോൾ അല്ലെങ്കിൽ എന്തെങ്കിലും IV ഇഞ്ചക്ഷൻസ് എടുക്കുക, കുറേ സമയം അവിടെ കിടന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഞാൻ വീട്ടിൽ പോകുന്നത് മിക്കവാറും IV ലേറ്റായിരിക്കും. അത് വീക്കിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ അറിയാം. എൻ്റെ അന്നത്തെ അവിടുത്തെ ED ഇൻചാർജ് പ്രശാന്ത്, അവനിപ്പോൾ UK അവന് അറിയാം. അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം ഇത്. അപ്പോൾ അങ്ങനെ പലതായിട്ട് എനിക്ക് ഭയങ്കര അറ്റാക്ക് വരുന്നൊരു കൂട്ടത്തിൽ നമ്മൾ മൈഗ്രെയിനാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെ നടക്കുന്നു. ഉച്ച കഴിഞ്ഞാൽ ഞാൻ സിക്കാം. കാരണം എനിക്കറിയില്ല, എനിക്ക് പിന്നെ മോണിറ്ററിങ് നോക്കാൻ പറ്റില്ല, കണ്ണ് കാണില്ല, ആകെ പ്രശ്നമാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കാർഡിയക് സർജൻ സാർ എന്നോട് പറഞ്ഞ് ഇതുപോലെ ഭയങ്കര സിക്കായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അത്യാവശ്യമായിട്ട് പോയിട്ട്, ഞാൻ ന്യൂറോളജിസ്റ്റോട് പറഞ്ഞിട്ടുണ്ട്, പോയി കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നീ സ്കാൻ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ അന്നത്തെ അവിടുത്തെ പിന്നെ ന്യൂറോളജിസ്റ്റ് പറഞ്ഞതനുസരിച്ച് താഴെ പോയി CT സ്കാൻ ചെയ്തു. കാരണം ഞാൻ ആ വീക്കിലൊക്കെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഓഫൺ എന്ന് പറയും, ഒരു 2-3 പ്രാവശ്യം അങ്ങനെ അറ്റാക്ക് വരികയും സിക്കാവുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വരും. അപ്പം പെട്ടെന്ന് താഴെ പോയി CT സ്കാൻ എടുക്കണം. അതിൻ്റെ റിപ്പോർട്ട് എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സാറിനെ വിളിച്ചിട്ട് റേഡിയോളജിസ്റ്റ് പറയുക. അപ്പോൾ സാർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് MRIക്ക് പോകണം, എന്നെ ഇങ്ങനെ വെങ്കട്ടറെഡ്ഡി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു താഴെയെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് എന്താ കഥയൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് റിപ്പോർട്ട് വന്നു. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. അപ്പോൾ അതിനകത്ത് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻറ്റീരിയർ ഫ്രോണ്ടൽ മെനിഞ്ചിനോമ. നമുക്കറിയാമല്ലോ, അപ്പോൾ കേട്ടപ്പോൾ തന്നെ സന്തോഷമൊന്നുമല്ല തോന്നുന്നു. പെട്ടെന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. കാരണം എനിക്ക് കാർഡിയോളജി ആയതുകൊണ്ട് ഈ വലിയ അറിവൊന്നുമില്ല, ന്യൂറോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായി. എനിക്ക് ഈ തലവേദന വരുന്നത് ലെഫ്റ്റ് സൈഡാണ്, എനിക്ക് ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് തോന്നാറുണ്ട്. അപ്പോൾ റൈറ്റ് ആൻറ്റീരിയർ ഫ്രോണ്ടൽ മെനിഞ്ചിനോമ. പിന്നെ ആ റിപ്പോർട്ടൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു വരവൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ മുതൽ അന്ന് ഇത്രയൊന്നും ഒരു വിശ്വാസം, ഒരു എന്താ പറയണേ, ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, ആഴമായ ട്രസ്റ്റോ അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യത്തിയാണ് ഞാൻ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, സിസ്റ്റം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതങ്ങനെ ശരിയല്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ ചെറിയ 2 കുഞ്ഞുങ്ങൾ, അച്ചാച്ചൻ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓർമ്മ വരിക. ദൈവമേ, എല്ലാം അവസാനിച്ചു, ഇനി എനിക്കധികം ദിവസങ്ങളൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് വീട്ടിൽ ഇരുന്നു. അപ്പോൾ അച്ഛനുമായിട്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നു. വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ അക്ഷരം മിണ്ടുന്നില്ല. വീട്ടിൽ വന്നു. അച്ഛനെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. പിള്ളേരെ കണ്ടപ്പോൾ അതിലും ഭയങ്കരമായിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുക. പക്ഷേ നിനക്ക് എന്നാ പറ്റി? കുറേ കഴിഞ്ഞ് ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതെടുത്ത് കാണിച്ചു. അപ്പം പുള്ളിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, ഗൗരവം. അപ്പം കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അച്ഛനും ആകെ സങ്കടം. പിള്ളേർ കുഞ്ഞുങ്ങൾ, അവർക്കൊന്നും മനസ്സിലാവില്ല.
ഫുഡ് കഴിക്കാതിരിക്കുക ഒക്കെ. എനിക്കിവരെ എനിക്കിവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇവരെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അന്നത്തെ ദിവസം തള്ളി നീക്കി. പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോഴും സാറിനോട് പറയുന്നുണ്ട്, നീ താഴെ പോയി MRI എടുക്കും. പക്ഷെ MRI എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം അത് പോയി എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലും വലിയ കാര്യമല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പോയില്ല. അന്ന് വൈകിട്ട് അസിസ്റ്റൻ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ, അസിസ്റ്റൻ്റെ പെങ്ങൾ ഹൈദരാബാദിലുണ്ട്, അവർ അവിടെ പാസ്റ്ററാണ്, കർത്തൃവേലയിലാണ്. അപ്പം അങ്ങോട്ട് പോവാം. ചേട്ടൻ്റെ അടുത്ത് നിന്നു. ചേട്ടൻ കണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ചേച്ചിയോട്. അപ്പോൾ ഇങ്ങനെ കരയുക, കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റ് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ച് കഴിച്ചിട്ട് പറഞ്ഞു, ഇതിലൊന്നുമില്ല, ഈ റിപ്പോർട്ടൊക്കെ നെഗറ്റീവ് ആക്കാൻ ദൈവത്തിന് കഴിയും, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഞങ്ങളവിടെ ഉപവസിക്കുകയോ ഈ വിഷയത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതൊരു ട്രസ്റ്റ്. അത് കഴിഞ്ഞു. നമുക്ക് അത് അന്നേരം ഒരു ആശ്വാസമൊക്കെ തോന്നിയെങ്കിൽ വീട്ടിൽ തിരിച്ചു വന്നു. പക്ഷേ തേർഡ് ഡേ ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല. 4th day വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ 4 days. അപ്പോഴും സാറ് പറഞ്ഞു, നീ താഴെ പോയിട്ട് MRI ചെയ്, നമുക്ക് നോക്കാമല്ലോ, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഒരു അപ്പനെ പോലെ കരുതുന്ന ഒരു സർജനായിരുന്നു. കാരണം ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജാണെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പൻ്റെ വാത്സല്യമൊക്കെ ആയിരുന്നു സാറിന് എന്നോടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്നോട് നീ താഴെ പോയിട്ട് ചെയ്. അപ്പം എനിക്ക് പേടി കാരണം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ 3-4 ദിവസങ്ങളിലും ഞാൻ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഉപവസിക്കുക, സത്യം പറഞ്ഞാൽ ബൈബിൾ പോലും വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എൻ്റെ ജീവിതത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉയരുന്ന ഒരു നിലവിളി ഉണ്ടായിരുന്നു, ഒരു കരച്ചിലുണ്ടായിരുന്നു. ദൈവമേ, ഇത് തന്നെയാണോ, ഇതാണോ? എനിക്കറിയില്ല ആ പ്രാർത്ഥനയിൽ ശരിക്കും വന്ന വാക്കെന്താണെന്ന് അറിയത്തില്ല. ആ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചെന്താണെന്ന് അറിയില്ല. എനിക്ക് സൗഖ്യം വേണമെന്നാണോ പറഞ്ഞത്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ വാസ് കണക്റ്റഡ് ടു ഗോഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെനിക്ക് സാഹചര്യം ഇല്ലായിരുന്നു, സന്ദർഭമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ എപ്പോഴും ഐ വാസ് ടോക്കിംഗ് ടു മൈ ഫാദർ. അതായിരുന്നു സിറ്റുവേഷൻ. ഞാൻ വേറെ പുറത്താരോടും പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയും അങ്ങനെ 1-2 ചേട്ടൻ ഇങ്ങനെ അവിടെ ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ സത്യമായ സംഗതിയെ പറയുന്നത്. ഞാനും അച്ഛനും ഞങ്ങളുടെ സ്വാഭാവികമായ കുടുംബ പ്രവർത്തനം കഴിയുന്നു പോകുന്നു. ഈ 4-5 ദിവസങ്ങളിങ്ങനെ ഞങ്ങൾ തള്ളി നീക്കി. 5th day ഫോഴ്സ്ഫുള്ളി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ അവർ MRIക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ MRI മെഷീനിൽ കയറി കിടക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പം എൻ്റെ ലൈഫിൽ MRI എടുക്കാനായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോളിലുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നിൽ അവരെന്നെ സെഡേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്നത്തെ CCൻ്റെ ഇൻചാർജ്, അവളിപ്പോൾ ഇവിടെ ഡബ്ലിനിലുണ്ട്, അവൾ എൻ്റെ ഒപ്പം വന്ന് നിൽക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനാണെങ്കിലും ഒരു സ്കാനിങ്ങിനാണെങ്കിലും എനിക്ക് പേടിയാണെന്ന് കണ്ട് അവൾ എൻ്റെ ഒപ്പം കയറി നിന്നിട്ടുണ്ട്. ഈ MRI കഴിയുന്ന അത്രയും സമയം അവൾ എൻ്റെ കൂടെ നിൽക്കും. ആ സൗണ്ടോ ഇതും അങ്ങനെ ആ പ്രാവശ്യവും പേടിച്ചു. ഞാൻ MRI മെഷീൻ ഓൺ ചെയ്യും, ഞാൻ അലാറം അടിക്കും, വെളിയിലിറങ്ങും. അങ്ങനെ 1, 2, 3 മൂന്നാമത്തെ തവണ അങ്ങനെ ചെറിയൊരു സെഡേഷനൊക്കെ തന്നു. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ MRI ചെയ്തു. MRI ചെയ്തിട്ട് എനിക്കൊന്ന് ക്ലാസ്ട്രോഫോബിയ അതുള്ളത് കൊണ്ടാണെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ MRI മെഷീനിൽ കിടക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. ഞാൻ ഈ MRI മെഷീനിൽ കിടക്കുമ്പോഴൊക്കെ ഞാൻ കയറുമ്പോൾ തന്നെ കണ്ണടയും. എൻ്റെ കണ്ണ് തുറക്കുകയില്ല. കണ്ണ് തുറന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ണടച്ചിട്ട് 23-ാം സങ്കീർത്തനം തീരെ ചെറുതിലെ തന്നെ കാണാൻ പടം പഠിച്ചിട്ടുണ്ട് ഞാൻ. ആ പ്രോസസ്സ് കഴിയുന്ന അത്രയും സമയം അത് എത്ര പ്രാവശ്യം എനിക്ക് പറയാമോ അത്രയും ഞാൻ കണ്ണടച്ച് അതിൻ്റെ ഇടയിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ എനിക്ക് അതിനകത്ത് കിടക്കാൻ പറ്റില്ല. അത് ഇവിടെ ഞാനിപ്പോൾ ഈ ഡബ്ലിനിൽ വന്നിട്ട് ഞാനൊരു MRI എടുക്കാൻ പോയപ്പോഴും സെയിം അതേ പാറ്റേണിൽ കൂടി പോയി. അന്ന് എൻ്റെ കൂടെ നിൽക്കാൻ ആളൊന്നുമില്ല. അപ്പോൾ തന്നെ കയറി കണ്ണടച്ചിട്ട് ഈ യഹോവൻ്റെ ഇടയിൽ അത് തീരുന്നിടം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അന്ന് MRI കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വന്ന കഥയിലേക്ക് വരാം. അപ്പോൾ MRI കഴിഞ്ഞ്
റിപ്പോർട്ട് വന്നു. കാരണം എനിക്ക് ഒഫീഷ്യൽ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സാറിന് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ശരിക്കും പറയട്ടെ, എൻ്റെ MRI റിപ്പോർട്ട് നോർമൽ എന്നാണ് വന്നത്. അപ്പം ഞങ്ങളുടെ ഒരു അസിസ്റ്റൻറ്റ് സർജനുണ്ട്, അമിത് കിഷോർ. പുള്ളി ഇപ്പോൾ നമ്മുടെ മയോ ക്ലിനിക്ക് US വർക്ക് ചെയ്യുക. സാറിനോട് പറഞ്ഞു, ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് ആകാൻ ഒരു വഴിയില്ല, യു നീഡ് ടു റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയും. ഇത് ശരിയായിരിക്കില്ല, പോസിറ്റീവ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. നീ ഇത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. കൃപയാൽ മൈഗ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഉണ്ട് എനിക്ക് തലവേദന. പക്ഷേ 2013 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി. ആ MRI നോർമൽ വന്ന് എന്നറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ ഭയത്തെ എടുത്ത് വെളിയിൽ കളഞ്ഞു. ആ CT സ്കാനും MRIയും അതിൻ്റെ റിപ്പോർട്ടും ഇന്നും മലയാറ്റൂരുള്ള ഞങ്ങളുടെ വീട്ടിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ ഇതിൽ, അല്ലെങ്കിൽ ഞാനത് നിങ്ങളെ കാണിച്ചു തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രോഗശാന്തി, പ്രാർത്ഥന, രോഗമുക്തി ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം, നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ അതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയാതിരിക്കും, CT സ്കാനിൽ കാണുന്നതിനെക്കാട്ടിലും MRI വ്യക്തമായിട്ട് പറയും, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ സിംറ്റമാറ്റിക് ആയിരുന്നു. പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നല്ല രണ്ട് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻസ് എടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അത് പ്രത്യേകിച്ച് അപ്പോളോ പോലൊരു ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള JC അക്രഡിറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്ന റിപ്പോർട്ട് ഇല്ല. പക്ഷേ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ ഉള്ളിലെ ഞരക്കം പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പം രോഗശാന്തി ഉണ്ടോ, പ്രാർത്ഥിച്ച രോഗസൗഖ്യം കിട്ടുമോ, അതിൻ്റെ പേരിൽ കള്ളത്തരങ്ങളും കപടതകളൊക്കെ കാണുന്നവരും കാട്ടിക്കൂട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാനൊന്ന് പറയാം, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ ഹൃദയ തകർച്ചയുടെ നടുവിലാണ് ഞാൻ ദൈവത്തോട് സംസാരിച്ചത്. ഞാനൊരു മുട്ടിൽ നിന്നില്ല, ഞാനൊരു പ്രാർത്ഥനയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചില്ല, രോഗസൗഖ്യം ചോദിച്ചില്ല. പക്ഷേ എൻ്റെ അന്നത്തെ അവസ്ഥ എൻ്റെ അപ്പന് നന്നായിട്ടറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, കുരിരൽ താഴെ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. നമ്മുടെ കുരിരലിൻ്റെ താഴ്വരകളുടെ നടുവിൽ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. എനിക്ക് എന്താണോ വേണ്ടത്, ഒരു പക്ഷേ അത് നോർമൽ അല്ല, അത് അബ്നോർമലായിട്ടാണ് MRI റിപ്പോർട്ട് വന്നിരുന്നെങ്കിലും എനിക്കൊന്ന് മാത്രം അറിയാം, അതിൻ്റെ നടുവിൽ ചിലത് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളെ സ്ട്രെങ്തൻ ആക്കിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിൽ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം നമ്മളെ കാണിച്ചു തന്നതിന്. ഞാൻ പറഞ്ഞു വന്നത്, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും അടുത്ത് പോകണമെന്നോ എവിടെയെങ്കിലും പോകണമെന്നോ മറിച്ച് കാഴ്ച കഴിക്കണമെന്നോ ഇങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഡു ഇറ്റ്. നിങ്ങൾ ആർഗ്യൂ ചെയ്യേണ്ട. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോഴേ ആ റിയൽ കണക്ടിവിറ്റി, ഞാൻ ഇന്നും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സിക്കായി കിടന്നതും എനിക്ക് തലവേദന, വോമിറ്റിങ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോയി ഞാനത് മനസ്സിലാക്കി, അത് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, വേറെ റീസൺസ് ആണെന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഒരിക്കലും തിരിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എത്രയോ MRI എൻ്റെ ജീവിതത്തിൽ MRI ബ്രെയിനായി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇതിലൊന്നിലും ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പിന്നെ വന്നിട്ടില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ കാലമില്ല, പ്രാർത്ഥിക്കാൻ നേരവും വേണ്ട, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും വേണ്ട. ഹൃദയത്തിൽ നിന്ന് എന്താ ശരിക്കും പ്രാർത്ഥന? ദൈവത്തോട് സംസാരിക്കുക, അപ്പനോട് സംസാരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞാൽ, അവരുടെ കണ്ണ് നിറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സൊല്യൂഷൻസ് അന്വേഷിക്കത്തില്ലേ? അതേപോലെ തന്നെയാ ഞാൻ ഹൃദയം കൊണ്ട് കരഞ്ഞാൽ എൻ്റെ അപ്പനെ താങ്ങൂല.
എൻ്റെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനത് സഹിക്കില്ല. അതുകൊണ്ട് അവിടുന്ന് ഒരു സൊല്യൂഷൻ തരും. ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും രോഗമാകട്ടെ, ഭാരമാകട്ടെ, പ്രയാസമാകട്ടെ, ശാരീരികമായോ മാനസികമായോ ആത്മീകമായോ ഭൗതികമായ ഏത് നിലയിൽ കൂടിയാണെങ്കിലും പകൽക്കാലം അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നേരം കാലവും സമയമൊന്നും നോക്കണ്ടെന്നേ, ഹൃദയം കൊണ്ട് അപ്പയോട് ചോദിച്ചു വെക്ക്. അപ്പം അതിനൊരു ആൻസർ തന്നിരിക്കും. ട്രസ്റ്റ് ഇൻ ഗോഡ്, ഹി വിൽ ഡു ഗ്രേറ്റ് തിങ്സ്.